ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ചീത്തവിളി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മേജറായിട്ടുള്ള 4 ടെലിഗ്രാം പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. അപ്പോൾ മേജർ ആണെന്ന് പറയുമ്പോൾ ഇതിന് ഹൈപ്പ് കൊടുക്കുക എന്നല്ല അർത്ഥം. ആൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന 4 ടെലിഗ്രാം പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ പോക്കറ്റ് 5 ആണ്. സെക്കൻഡ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ടൈം ഫാം ആണ്. തേർഡ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഡബ്ല്യു കോയിൻ ആണ്. ഫോർത്ത് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ടോൺ സ്റ്റേഷൻ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റുകൾ പറഞ്ഞു പോകും. അപ്പോൾ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പോകുന്നത് പോക്കറ്റ് 5ൻ്റെ അപ്ഡേറ്റിക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തലി കൈ വയ്ക്കുകയാണ്. ഷോ എൻ്റെ ഇത്ര ടോക്കൺസ് ഉണ്ടായിരുന്നില്ലേ, ഞാൻ ആ POH ചെയ്തില്ലെങ്കിൽ, പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി ചെയ്താണെങ്കിൽ എനിക്ക് പൈസയൊക്കെ കിട്ടിയില്ലേ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പോക്കറ്റ് 5ൻ്റെ കുറച്ച് ട്രിക്കുകളും അതേപോലെ തന്നെ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പോക്കറ്റ് 5 എന്ന് പറയുന്ന ഇവൻ്റെ സ്വിച്ച് എന്ന് പറയുന്ന ടോക്കൺ മെയ് 20 അവൻ്റെ സ്റ്റോൺ 5 അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ലിസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ആയാൽ ടോൺ ബ്ലോക്ക് ചെയിനിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ പഴയ ബോട്ടാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ള POH ചെയ്തിട്ടുള്ള ആളായിക്കോട്ടെ ഇല്ലെങ്കിൽ മേ ബി ചെയ്യാത്ത ആളായിക്കോട്ടെ, എത്രത്തോളം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് കാണാൻ പോകുന്നത്, 0 എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ POH ചെയ്തു, നമുക്കിവിടെ ക്ലെയിം ഓപ്ഷൻ വന്നു, നമ്മളിവിടെ ക്ലെയിം കൊടുത്തു. എന്നാൽ ക്ലെയിം കൊടുക്കുമ്പോൾ കൂടെ നമുക്കിവിടെ എന്ത് വേണം, നമുക്കൊരു ടോണിൻ്റെ 3.960 ടോൺ നമുക്ക് അവിടെ നിന്ന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത് നമ്മൾ ഇത് പോകുന്നത് ഇത് എവിടേക്കാണ് ക്ലെയിം ചെയ്യുന്നത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പോക്കറ്റ് 5 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ മൊത്തം നമുക്കിവിടെ കിട്ടുമോ, ഒരിക്കലും കിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്താണ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ അവർ ആൾറെഡി തന്നെ ഇതൊക്കെ എന്ത് ചെയ്യാണ്, സ്റ്റേക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്കൊരു ചെറിയ ശതമാനം മാത്രമാണ് നമുക്ക് അവിടെ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ സ്റ്റേക്കിങ്ങിലേക്ക് പോകും. അത് എപ്പോഴാണ് സ്റ്റേക്കിംഗ് പീരീഡ് കഴിയുന്നത്, ജൂൺ 9 കഴിയുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ജൂൺ 9 ആകുമ്പോഴേക്കും ഇതേ വാല്യൂ തന്നെ ഈ ഒരു ഇല്ലെങ്കിൽ ഒരു ടോക്കൺ അവിടെ കിടക്കുമോ എന്ന് ഭയങ്കര അധികം ഡൗട്ടും കൂടിയുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു പോക്കറ്റ് 5 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പോൾ അതിൻ്റെ ക്യാമ്പയിൻ ഡേറ്റ് മെയ് 20 തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിനിഷ് ഡേറ്റ് ജൂൺ 9. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ടോക്കൺ ക്ലെയിം ഓപ്ഷൻ സ്റ്റാർട്ട് മെയ് 20 വിൽ പുട്ട് 100% യുവർ ടോക്കൺ ഇൻ 3 months സ്റ്റേക്കിംഗ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ 3 മാസം നിങ്ങളുടെ 100% ടോക്കണും നിങ്ങൾ എന്താണ് സ്റ്റേക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അവർക്ക് അവിടെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനോ അവിടെ കൊണ്ട് വെക്കണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ടോക്കൺ അവൈലബിൾ ഫോർ ഇമീഡിയറ്റ് ക്ലെയിം അൺലോക്ക് ഗ്രാജുവലി ഓവർ ദ കോഴ്സ് ഓഫ് ഓപ്ഷൻ അറ്റ് റേറ്റ് ഓഫ് 5% ഓഫ് ഈച്ച് 24 hours. അപ്പോൾ 5% എല്ലാ 24 മണിക്കൂറിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിങ് ജൂൺ 9, 2025 ആൾ ക്ലെയിം വിൽ ബി ക്രെഡിറ്റ് 100%. അപ്പോൾ ജൂൺ 9 ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ടോക്കൺസും നമുക്ക് 100% ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ ഈ 100% ക്ലെയിം ചെയ്തെടുക്കുന്ന ഈ ഒരു ജൂൺ 9 നിങ്ങൾക്ക് അപ്പോഴേക്ക് ഇതിന് എത്രത്തോളം വാല്യൂ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി അറിയണ്ടേ. ഇപ്പം തന്നെ കറൻ്റ്ലി നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഒരു വാല്യൂ 40% ഡൗൺ ആയിട്ടുണ്ട്. 0.0074785 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോളേഴ്സിലാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് മാർക്കറ്റ് ക്യാപ്പ് നോക്കിയെന്ന് പറഞ്ഞാൽ 23 മില്യൺ ആണ്. ഇത് ലിസ്റ്റ് ആകുമ്പോൾ 40 മില്യൺ ആയിരുന്നു. അപ്പോൾ ഇനി ഇത് പോകെ നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ ഇതിന് വളരെയധികം വാല്യൂ ഒക്കെ കുറയും. അപ്പോൾ ആൾറെഡി തന്നെ അവർ നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഒരുപാട് വാല്യൂ ഇതിനൊക്കെ എടുക്കും. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ഇത് ഡംപ് ചെയ്യാനല്ല, ഞങ്ങൾ ഇത് ഫ്യൂച്ചറിന് വേണ്ടി ചെയ്യുന്നതാണ്, അത് കാരണം ഞങ്ങൾ ഒരിക്കലും ഇത് എന്ത് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഡംപ് ചെയ്യില്ല എന്നൊക്കെ അവർ പലതും പറയും. അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ 4 ദിവസം കൊണ്ട് തന്നെ 40% കുറഞ്ഞൊരു കോയിൻ ഇനി എത്ര ദിവസം പോകുന്നോ അപ്പോൾ അത്രത്തോളം കുറയും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട എനിക്ക് ഇത്രത്തോളം ടോക്കൺസ് ഉണ്ടായിരുന്നു ഇത് കിട്ടിയില്ല, അങ്ങനെ ഫുള്ളായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊരിക്കലും നല്ലൊരു പ്രൊജക്റ്റായിട്ട് അതിൻ്റെ റീസെൻറ്റ് ആക്ടിവിറ്റീസ് ഒരുപാട് അങ്ങനെയുള്ള നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും കിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആൾറെഡി തന്നെ ടൈം ഫാം സെക്കൻഡ്സ് എന്താക്കുന്നില്ല, ലിസ്റ്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞു. ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺസ് ഇല്ലെങ്കിൽ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണാണ് അവരെന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിനൊരു കൺവേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇത്രത്തോളം രീതിയിൽ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ ഇതിൽ ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ
രീതിയിൽ തന്നെ ഒരു എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമോ? അങ്ങനെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഒരു ആക്റ്റീവ് യൂസർ ആണെങ്കിലും നിങ്ങൾ ഇതിൽ റെഗുലർ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എയർ ഡ്രോപ്പ് കിട്ടും. പക്ഷേ ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് എപ്പോഴാണ് സമയം എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ അപ്ഡേറ്റ് തന്നെ അവർ ഒരു മാസം മുമ്പ് പറഞ്ഞ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇപ്പോഴും അവർ എന്ത് ചെയ്തിട്ടില്ല, ഇത് സെക്കൻഡ്സ് നമുക്കൊരു എയർ ഡ്രോപ്പ് ആക്കി മാറ്റി അല്ലെങ്കിൽ ടൈം ടോക്കൺ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്സും എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്ര മാത്രമാണ് ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് ഉള്ളൂ. വേറെ മേജർ ആയിട്ടുള്ള നല്ല അപ്ഡേറ്റുകളും ഒന്നും ഇല്ല. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഇത് എന്തായാലും സ്കാം ആണ് എന്നുള്ളൊരു രീതി തന്നെ ഇരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് WCoin എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ആൾറെഡി തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ക്ലെയിം ചെയ്തു ഒരു ടോണൊക്കെ കൊടുത്ത് ക്ലെയിം ചെയ്ത ആൾക്കാർ, ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതിന് ഒരു ടോൺ കൊടുത്ത് നിങ്ങൾ ക്ലെയിം ചെയ്യും മക്കളെ എന്ന്. ഞാൻ തന്നെ 130 സംതിങ് ഒരു 150 മില്യൺ ഉള്ളൊരു പോയിന്റ്സ് ഉള്ളൊരു വ്യക്തിയാണ്. എനിക്ക് കുറച്ച് റെഫറലുണ്ട്. ഞാൻ പോലും ഈ ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്തില്ല. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇപ്പോഴും നമുക്ക് അവിടെ എന്താണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് ദിവസം മുമ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലോസ് ചെയ്ത്. അപ്പോൾ നമുക്കിവിടെ ഒരു ടോൺ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എലിജിബിൾ ആയില്ലെങ്കിൽ ഒരു ടോൺ കൊടുക്കണം, ക്ലെയിമിങ്ങിന് ഒരു ടോൺ കൊടുക്കണം, അങ്ങനെ മൊത്തം 2 ടോൺ കൊടുക്കണം. 1000 രൂപയൊക്കെ കൊടുത്തിട്ട് ഇതിന്ന് വെറും 200 രൂപയൊക്കെയാണ് നിങ്ങൾക്ക് എന്താവുള്ളൂ കിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അവർ റീസെൻ്റ് എന്തുകൊണ്ടാണ് ഞങ്ങൾ വൈകി എന്നുള്ളൊരു കാര്യം കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കുറച്ച് അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. യുവർ ക്വസ്റ്റ്യൻസ് ആൻസർ വൈ ആർ ന്യൂ ടാസ്ക് സ്റ്റിൽ അപ്പിയറിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ ടാസ്കുകൾ അവിടെ വീണ്ടും അവരെന്ത് ചെയ്യാണ്, പലവരുടെ നിന്ന് പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അത്ര മാത്രമാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളൂ. വെൻ വിൽ ദ കാൽക്കുലേഷൻ ആൻഡ് ക്ലെയിമിംഗ് സ്റ്റാർട്ട്. അപ്പോൾ എപ്പോഴാണ് കാൽക്കുലേഷൻ കൊടുക്കുക, അപ്പോൾ ഇവർക്ക് വീണ്ടും കുറച്ചും കൂടി പ്രോഫിറ്റ് എടുക്കണം. അതുകൊണ്ട് ആ കാൽക്കുലേഷൻ അങ്ങനെ തന്നെ കിടക്കട്ടെ, നിങ്ങളൊന്നും ഇപ്പോൾ അലോക്കേഷൻ കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുകയാണ്, വൈ ആർ ഇൻ വി യൂസിങ് ദ കറന്റ് മാർക്കറ്റ് മൊമെന്റ് ഫോർ ലിസ്റ്റിംഗ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നല്ല മാർക്കറ്റിൽ അവർ എന്ത് ചെയ്യുന്നില്ല, ലിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു മാർക്കറ്റ് കണ്ടീഷനിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല. വി ആർ പ്രിപ്പയറിംഗ് നോട്ട് ടു ജസ്റ്റ് എ ലിസ്റ്റിംഗ് എ പവർഫുൾ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ പാർട്ട്നേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇവർക്ക് പാർട്ട്നേഴ്സേ നല്ലത് കിട്ടില്ല, ഇവരെങ്ങനെയാണ് നല്ലൊരു പവർഫുൾ ഇത് കൊടുക്കുകയെന്ന് വളരെയധികം ഡൗട്ടാണ്. ഇപ്പോൾ ലിസ്റ്റ് ചെയ്താലേ നല്ല പ്രൈസൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൂ. അപ്പോൾ വൈ ഹാസ് എ എയർ ഡ്രോപ്പ് ടേക്കർ, എന്തുകൊണ്ടാണ് ഇത് ലോങ്, ഞങ്ങൾ പറ്റിക്കാൻ നോക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോങ്. അപ്പോൾ ഇതാണ് ഈ ഒരു WCoinൻ്റെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇപ്പോൾ ഇത് നമുക്കൊന്നും എന്ത് തരില്ല, ഒരു ചെറിയ പ്രോഫിറ്റ് പോലും തരില്ല. ആൾറെഡി കളിച്ചവരുടെ പൈസയൊക്കെ പോയി എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടോൺ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ ടോൺ സ്റ്റേഷൻ്റെ പ്രൊജക്റ്റിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ കമ്മ്യൂണിറ്റിയിൽ ക്വസ്റ്റ്യൻ റേസ് ചെയ്തത്, ഇവിടെ വേറൊരു എയർ ഡ്രോപ്പ് കിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു ടോക്കൺ റിവാർഡായിട്ട് കിട്ടില്ല. ഞാൻ തന്നെ വിചാരിച്ചു എന്താണിത് വേറൊരു ടോക്കൺ. അപ്പോൾ ഇവിടെ നമ്മൾ സത്യാവസ്ഥ നോക്കുമ്പോൾ സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾറെഡി ലിസ്റ്റ് ആയിട്ടുള്ള ഇവരിൻ്റെ ടോൺ സ്റ്റേഷൻ്റെ ടോക്കൺ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ആയിട്ടൊന്ന് പേര് മാറ്റിയിട്ടുണ്ട്, മിസ്റ്റർ സൂൺ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മിസ്റ്റർ സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള അതേതായ ഈ ഒരു സൂൺ ടോക്കൺ തന്നെയാണ് നിങ്ങൾക്ക് എന്തായി കിട്ടാൻ പോകുന്നത്, റിവാർഡായി കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊരു കോഫിയൊക്കെ മേടിച്ചു കൊടുക്കുക. ഈ ഒരു കോഫി മേടിച്ചു കൊടുക്കാൻ 0.5 ടോണൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു 200 രൂപയൊക്കെ ആയിരിക്കും നമുക്കിവിടെ ചിലവാകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു എയർ ഡ്രോപ്പിൽ നിന്ന് ഇതൊരു കൺവേർഷൻ റേറ്റ് ഒക്കെ കറക്റ്റ് 1:1 ആയിരുന്നു. അപ്പോൾ നല്ലൊരു എയർ ഡ്രോപ്പാണ് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ഇതെന്താണ് വാല്യൂ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വാല്യൂയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കറൻ്റ്ലി സൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.000537 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു വാല്യൂ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അപ്ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയല്ലേ, മേ ബി അവരുടെ ടീം തന്നെ ഇതിനൊരു പൈസ ഇട്ട് ആക്കിയതായിരിക്കണം. എന്നാലും ഈ ടോൺ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു 60,000 ഒരു 70,000 പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 70,000 പോയിന്റ്സ് ഉണ്ട്, ഒരു കറൻറ്റ് വാല്യൂവിനേക്കാളും കുറച്ച് കൂടി എന്നുള്ളൊരു കാര്യമാണെങ്കിൽ കൂടി നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും നമ്മൾ അറിയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 70,000 കണക്കെടുക്കുന്നുണ്ട്. ഇൻറ്റു 0.00045 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് $3.5 മാത്രമാണ് അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഒരു 3, 4, 5 ലാക്ക് ഉണ്ട്. 5 ലാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $25 കിട്ടും. അപ്പോൾ ഇതിനേക്കാൾ ഒരു വാല്യൂ കുറച്ച് ലിസ്റ്റ് ആവുന്ന സമയത്ത് ഇത് കൂടുമോ, ആ പറയുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ട് ആൾക്കാരുടെ കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ തന്നെ കുറയാനുള്ള സാധ്യതകളുണ്ട്.
ഉണ്ട്. അപ്പോൾ മേ ബി ഒരു 7 വന്നാൽ കൂടെ ഒരു $35 നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടും നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയിട്ട് ടോൺ കൊടുക്കുക എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ 4 അപ്ഡേറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. WCoin പറഞ്ഞു, ടൈം ഫാം പറഞ്ഞു, അതേപോലെ തന്നെ ടോൺ സ്റ്റേഷൻ പറഞ്ഞു, പോക്കറ്റ് 5 പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ടെലിഗ്രാം പ്രൊജക്റ്റുകളുടെ മേജർ ആയിട്ടുള്ള വേറെ നല്ല കുറേ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ എന്തായാലും നമുക്ക് ലിസ്റ്റ് ആകുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറണം. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ കയറിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ 170 രൂപ നിങ്ങൾക്ക് 180 രൂപയാണ് കിട്ടുക. ഈ ഒരു 180 രൂപ കിട്ടുന്നതിൻ്റെ ലൂട്ട്സിൻ്റെ ലാസ്റ്റ് 2 ദിവസമൊക്കെ എത്താറായിട്ടുണ്ട്. വേറെ പല പ്ലാറ്റ്ഫോമിലും ഇവരെന്ത് ചെയ്തിട്ടില്ല, ഏഞ്ചൽ വണ്ണൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏഞ്ചൽ വണ്ണ് നിങ്ങൾ ഗൂഗിൾ പേയിൽ പോയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു GPayയിൽ എൻ്റെ കിടക്കുന്ന പോലെ തന്നെ 170 രൂപ 100 രൂപ അങ്ങനെ മേജറായിട്ട് പൈസയൊക്കെ നിങ്ങൾക്ക് എന്താണ് കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും ചെയ്യാനില്ല, പൈസ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ വെച്ചാൽ ഒരു പൈസ ഒരു കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട. നേരെ ഇൻസ്റ്റാൾ ചെയ്യുക, അതിൽ KYC കംപ്ലീറ്റ് ചെയ്യുക, അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തു എന്നും പറഞ്ഞാൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ 180 രൂപ കയറും. ഇതേ കണക്ക് തന്നെയാണ് അപ്സ്റ്റോക്സിൻ്റെ ലിങ്കും. അക്കൗണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് UPI കൊടുക്കേണ്ടി വരും. UPI കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ കയറുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 220 രൂപയാണ് അപ്സ്റ്റോക്സ് നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ രണ്ടും കൂടി ആയാൽ തന്നെ 500 രൂപയായി. മാക്സിമം ഷെയർ ചെയ്തോ, കുറച്ച് ദിവസം മാത്രമാണ് ഇനി എന്തുള്ളൂ, ഇങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടോ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്താണ് പറഞ്ഞാലും ഇപ്പോഴും ടെലിഗ്രാം പ്രൊജക്റ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ട് ഷെയർ ചെയ്തു.